കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെ സുധി പുറത്ത് പോയിട്ട് റെഡിയായിട്ട് വരുവാണ്. ഈ സമയത്താണ് സച്ചി ആ കാഴ്ച കാണുന്നത്. സച്ചിക്ക് സഹിച്ചില്ല. സച്ചി പെട്ടെന്ന് സുധീയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. എടാ, ജോലിയും കൂലിയും ഇല്ലാത്ത നീ എങ്ങോട്ടാടാ രാവിലെ ഉടുത്തൊരുങ്ങി പോണെന്ന് ചോദിക്കുകയാണ്. ഇത് സച്ചി വഴിയിൽ നിന്ന് മാറാൻ പറയാ. എങ്ങോട്ട് മാറാനായിട്ട്? ഒരിടത്തേക്ക് മാറുന്നില്ല. അതെ, നിന്റെ ഈ പോക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നല്ലോ നീ ഏതാണ്ട് വലിയ ഏതോ ജോലിക്ക് പോകുന്നാന്ന്. എങ്ങോട്ടാണെന്ന് ചോദിക്കുക യാത്ര. സച്ചി, എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയടാ. നീ കുറെ ആയാലും ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നേ. ഇന്റർവ്യൂ നടത്തി ഇപ്പൊ നീ പെണ്ണ് കെട്ടാൻ നടക്കുമെന്ന് കേട്ടല്ലോ. ഓ, പുതിയ പെണ്ണൊക്കെ നിനക്ക് സെറ്റായില്ലേ? എടാ, ജോലിയും കൊല്ലിയും ഇല്ലാത്ത നിന്നെ കെട്ടാൻ ഏത് പെണ്ണാടാ വരുന്നേ? പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് പെൺപിള്ളേർക്കൊന്നും തലയ്ക്കൊരു ബോധമില്ലെന്നാ തോന്നുന്നേ. അതുകൊണ്ടാണല്ലോ നിന്നെ പോലെ ഒരു ഫ്രോഡിനെ കെട്ടാനായിട്ട് തയ്യാറായിട്ട് ഒരു പെങ്കൊച്ചു വന്നേക്കുന്നേ. എന്നാലും അവൾ ഏതാടാന്ന് ചോദിക്കുകയാണ്. എനിക്ക് നിന്നോട് കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ലെന്ന് പറയാം. അതെങ്ങനെ ശരിയാവും? നീ എന്നോട് പറഞ്ഞില്ല പിന്നെ എങ്ങനെ ശരിയാവും? ഞാൻ അറിയണ്ട നിന്റെ കാര്യങ്ങളൊക്കെ. 50 ലക്ഷം രൂപ ഒന്നും രണ്ടും അല്ല നീ എനിക്ക് തരാനുള്ള. ആ 50 ലക്ഷം രൂപ തരുന്നോടം വരെ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കും. ആ തന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. ആ പൈസ എപ്പോൾ തരുമെന്ന് പറയണം. ആ തരുമെന്ന് തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ തരും, എൻ്റെ കയ്യിൽ ഉണ്ടായി കഴിയുമ്പോൾ തരും. അങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് മുങ്ങാൻ നോക്കല്ലേ, അവിടെ നിൽക്കാൻ പറയണം എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ ഷർട്ട് ഇൻസേർട്ട് ചെയ്തൊക്കെ പോയി ബലമായിട്ടത് പിടിച്ച് നേരെയാക്കി ഇടുവാണ്. സച്ചിൻ, നീ എന്താ കാണിക്കണമെന്ന് നിൽക്കും. എന്താ കാണിക്കുന്നത് മനസ്സിലായില്ലേ? നീ അങ്ങനെ ഇപ്പൊ ഒടുത്തൊരുങ്ങി പോണ്ട. എന്റെ പണം തന്നിട്ട് നീ എന്ത് കോപ്രായം വെള്ളം കാണിച്ചു? അല്ലാതെ നീ വലിയ 3-4 ഡിഗ്രി ഉള്ളവനാന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങനെ നടക്കണ്ടെന്ന് പറയണം. സച്ചി വെറുതെ ഇരിക്കട്ടാന്ന് പറയണം. സച്ചി വിട്ടില്ല. സച്ചി എന്ത് ചെയ്യാണ്? പോയിട്ട് അവിടെ ഇവിടെ കിള്ളുകയും തോടും എല്ലാം ചെയ്യുവാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ അടിയുടെ ഒരു വക്കിലേക്ക് എത്തി. ഈ സമയത്ത് രേവതി കിടക്കുന്ന അച്ഛ അമ്മയെന്ന് അവിടെ കിടന്ന് അലറുവാണ്. അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നു. നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സച്ചിയും സുധിയും കൂടെ മൽപ്പിടുത്തം നടത്തുന്നതായിരുന്നു. ഇത് കണ്ടതും ഓടി ചന്ദ്രമതി അങ്ങോട്ട് വന്നിട്ട്, എടാ എന്താ ഇവിടെ കാണിക്കുന്നത്? വിടറ സച്ചി, അവനെ വിടാനല്ലേ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് സച്ചിയും കൂടെ പിടിവിട്ടു. നീ എന്തായി കാണിക്കുന്നേ? ഈ കണക്കിനാണ് നീ എന്റെ മോനെ കൊല്ലാക്കൊല ചെയ്യുവാണല്ലോ ഇട്ടോണ്ട്. നീ കൊല്ലൂല്ലോ എന്ന് ചോദിക്കണം. അതെ, വേണ്ടി വന്നാൽ മിക്കവാറും അതും ചെയ്യും. ഇവന് അതുപോലത്തെ ഒരു ഫ്രോഡല്ലേ. ഇവനെ അങ്ങനെ ചെയ്തില്ലെങ്കിലും അത്ഭുതമുള്ളെന്ന് പറയാം. രവീന്ദ്രൻ മറ്റു പറഞ്ഞു, നീ എന്താടാ സച്ചി കാണിക്കണേ? നിനക്ക് എന്നാ സ്ഥലകാല ബോധം ഇല്ലേന്ന് ചോദിക്കണം. ബോധമുണ്ട് അച്ഛാ, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തേ. അവൻ എന്ത്? അവനാണെങ്കിൽ എന്റെ പണം പോലും തരാതെ വേറെ കല്യാണം കഴിക്കാൻ പോന്നു. പോരാത്തേന് ഉടുത്തൊരുങ്ങി പുറത്തേക്ക് പോന്നു. എന്റെ ഈ പണമൊക്കെ തന്നിട്ട് പോരാ അച്ഛാ ഈ പത്രാസ് കാണിക്കലെന്ന് ചോദിക്കണം. ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു. പണം തരുമെന്ന് പറഞ്ഞ് അവൻ തരും. പിന്നെ നീ എന്തിനാ എപ്പോഴും അവനെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കണം. തരുമെന്ന് പറയുന്നതല്ല, തരുന്നില്ലല്ലോ. ഇവൻ എന്നിട്ട് വേറെ പെണ്ണും കൂടെ പിന്നെ വേറെ പെണ്ണ് കെട്ടാനും കൂടെ പോവാ. പറയാൻ പറ്റില്ല. ഇവനെ പറ്റിച്ചിട്ട് ഒരു പെണ്ണ് പോയി ആദ്യം. ഇനിയിപ്പോ ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ചിലപ്പോൾ ഇതിനേക്കാളും വലിയ ഫ്രോഡായിരിക്കും. അവളും ചിലപ്പോൾ പറ്റിച്ചിട്ട് പോകുന്നു പറയാം. ചന്ദ്രമതി പിന്നെ അവൾ അങ്ങനത്തെ പെണ്ണൊന്നും അല്ലെന്ന് പറയാം. അതെങ്ങനെ ചന്ദ്രമതിക്ക് അറിയാൻ പറ്റുന്നേ? ഓ, ചന്ദ്രമതി മുമ്പ് കണ്ടുപിടിച്ച പെൺകുട്ടിയാണല്ലോ, നമുക്ക് കണ്ടറിയാം. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അവളോട് പറഞ്ഞായിരുന്നു ചോദിക്കണം. എന്ത് സത്യങ്ങള്? കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയതെന്നുള്ള കാര്യം. ഈ സമയത്ത് രവീന്ദ്രൻ, ഞാനും ചന്ദ്രയോട് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ പറയണമെന്ന്. അപ്പൊ ചന്ദ്ര പറഞ്ഞു അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ആ, അന്നെങ്കിൽ രക്ഷപ്പെട്ടു. എന്നാൽ കൃത്യസമയത്ത് തന്നെ അവള് മുങ്ങിക്കോളും. ഒരു തവണ ഇവൻ മുങ്ങിയെങ്കിൽ ഈ തവണ അവളായിരിക്കും മുങ്ങാൻ പോകുന്നത്. അപ്പൊ 8ന്റെ പണി തന്നെ സുധിക്കിട്ട് കിട്ടിക്കോളൂ. ആ നല്ലൊരു കാര്യമല്ലേ? അത് ആ കാഴ്ച കാണാൻ വേണ്ടി ഞാൻ ഇരിക്കണേന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് കയറിപ്പോണ്. ചന്ദ്രമതിക്ക് ദേഷ്യം അടക്കാൻ പറ്റിയില്ല. കണ്ടോ, എന്റെ കുഞ്ഞിനൊരു നല്ല കാലം വരുന്നത് അവൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ അതിന്റെ അസൂയാന്ന് പറയണ. രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, അവനെ അസൂയ കൊണ്ട് പറഞ്ഞാണോ ചന്ദ്രയത്? ഉള്ള കാര്യമല്ലേ പറഞ്ഞേ. എന്റെ അഭിപ്രായം അത് തന്നെയാ. അവളെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ട് മതിയെന്ന് പറയാണ്. ഒരു ബന്ധത്തിലേക്ക് എടുത്തിയാടുന്നത്. ഈ സമയത്ത് ചന്ദ്രമതി ഫോണിലേക്ക് ബാമ വിളിക്കുകയാണ്. ബാമ വിളിച്ചിട്ട് പറഞ്ഞു, നീ എവിടെ ചന്ദ്രയെന്ന് ചോദിക്കണം. ഞാൻ വീട്ടിലാ. അതെ, ഇങ്ങോട്ടൊന്ന് വരണമെന്ന് പറയാം. എന്തിനാ ഇപ്പൊ അർജന്റായിട്ട്? അതെ, ശ്രുതി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. നിന്നെ കാണണമെന്നാ പറഞ്ഞേ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാണ്. പിന്നീട് കാണിക്കുന്ന ചന്ദ്രമതി ബാമയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ബാമയുടെ അടുത്ത് ചെല്ലുമ്പോൾ ചന്ദ്രമതി പറഞ്ഞു, എനിക്കൊരു സമാധാനമില്ല ബാമയോടെ. ഏത് സമയം ആ സച്ചി പണം ചോദിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ കൊടുക്കുമെന്ന് അറിയത്തില്ല. പണം കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷെ അവൻ ഈ കല്യാണം മുടക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എങ്ങനെ സുധീരെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അതിനാണോ? അതിനൊരു വഴിയുണ്ട്. നീ ഒരു കാര്യം ചെയ്യാ, അവനെ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് കൂടെ മാറ്റിച്ചിട്ട് വളഞ്ഞ വഴിയാ. അപ്പം അവന്റെ അച്ഛമ്മയുടെ വീടുണ്ടോ? അച്ഛമ്മയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് മാറ്റിയാൽ മതി. കുറച്ചു ദിവസം അവനും അവളും അവിടെ പോയി നിൽക്കട്ടെ. ആ സമയത്ത് നിനക്ക് കാര്യങ്ങളൊക്കെ നടത്താന്ന് പറയണം. അതൊരു നല്ല ഐഡിയ ഉള്ളതെന്ന് പറയണം. നിന്റെ തലയിൽ ഇത്ര ബുദ്ധിയൊക്കെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ബാമയെന്ന് പറയണം. പിന്നെ ബുദ്ധി എങ്ങനെ ഇല്ലാതിരിക്കും? നിന്റെ കൂടെയല്ല ഞാൻ നടക്കുന്നേ. അപ്പൊ പിന്നെ എനിക്ക് ബുദ്ധി വെക്കൂലേന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്
ശ്രുതി അങ്ങോട്ട് വരുന്നേ. ശ്രുതിനെ കണ്ടുപിടിതന്നെ ഭാമ വെച്ച് ബാ മോളെ കയറി വരാൻ പറയാണ്. വന്ന് ഇപ്പൊ എന്താ മോളെ മുഖം വല്ലാതിരിക്കണേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ചന്ദ്രമതിയുടെ അടുത്തേക്ക് എന്നിട്ട് എന്നോട് ക്ഷമിക്കണം കേട്ടോ അമ്മയെന്ന് പറഞ്ഞു. എന്താ എന്ത് പറ്റി മോളേന്ന് ചോദിക്കുകയാണ്. അല്ല അതെ ഇപ്പൊ കല്യാണം വേണ്ടെന്ന് എന്റെ തീരുമാനം, ഒരു 2 വർഷം കഴിഞ്ഞിട്ട് മതി എന്ന് വിടാം. അതെന്താ മോളെ അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം? ശ്രുതിയെക്കുറിച്ച് ആരെങ്കിലും എന്തേലും പറഞ്ഞോ? ഇനി അവന്റെ സ്വഭാവം കൊള്ളത്തില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കുകയാണ്. അതൊന്നും അല്ലമ്മേ, ശ്രുതി നല്ലവനാന്ന് എനിക്കറിയാം. അവന്റെ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയേക്കുന്ന. അവൻ ഏത് അവൻ ഏത് പെൺകുട്ടിയെ കല്യാണം കഴിച്ചാലും അവർ സന്തോഷമായിട്ട് ജീവിക്കും. പിന്നെ നിന്റെ പ്രശ്നം എന്താ? അതല്ലമ്മേ, എനിക്കൊരു ജോലിയില്ല, ശ്രുതിക്കും ഒരു ജോലിയില്ല. ഇപ്പം ഞാനാണെങ്കിൽ ഫ്രീലാൻഡായിട്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. അപ്പം ഇനിയിപ്പം നാളെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതി മരുമോൾക്ക് എന്താ ജോലി എന്ന് പറയുമ്പോൾ അമ്മയ്ക്കും പറയാൻ വിഷമം കാണുമായിരിക്കും. അതുകൊണ്ട് വേണ്ട, ഞാൻ ചന്ദ്രമതിയുടെ മരുമോളാകാൻ പോകുന്നതല്ലേ. അപ്പം എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് മതി വിവാഹം. അങ്ങനെ ഞാൻ ചിന്തിച്ചിരിക്കുമെന്ന് പറയണം. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. ശ്രുതിക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളവനല്ലേ, ഉടനെ തന്നെ അവള് ഒരു ജോലി കിട്ടുമെന്ന് പറയാം. അമ്മ അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ എത്ര നാൾ കഴിഞ്ഞാൽ സെറ്റാവെന്ന് പറയാൻ പറ്റില്ലോ എന്ന് പറയണം. മോളെ നീ ഇങ്ങനെ വിഷമിക്കാതെ പറഞ്ഞു. എൻ്റെ മനസ്സിലെ ആഗ്രഹം എനിക്കൊരു ബ്യൂട്ടി പാർലർ സ്വന്തമായിട്ട് തുടങ്ങണമെന്നാ. അപ്പോൾ അതിന് കുറച്ച് രൂപ വേണം അമ്മയെന്ന് പറയണം. അല്ല എത്ര രൂപ വേണം മോക്ക്? ഒരു 10 ലക്ഷം രൂപ വേണ്ടി വരുമെന്ന് പറയണേ. ഇത് കേട്ടാൻ ചന്ദ്രമതി എന്ന് ഞെട്ടി. 10 ലക്ഷം രൂപയോ? അതേമേ, നല്ല രീതിയിൽ തുടങ്ങണമെന്ന് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് മതി. ആ വർഷത്തിനുള്ളിൽ എനിക്ക് അത്യാവശ്യം പണമൊക്കെ സംഘടിപ്പിക്കാം. അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ലോൺ എടുക്കണമെങ്കിൽ അതിന് സൈൻ ചെയ്യാനായിട്ടൊക്കെ ആള് വേണം. പക്ഷെ എനിക്കിപ്പോൾ അതൊന്നും ആൾക്കാരില്ലോ എന്ന് പറയണം. മോൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? മോളുടെ അച്ഛനില്ലേ, മോളുടെ അച്ഛനോട് ചോദിച്ചാൽ പണം കിട്ടിയില്ലേന്ന് ചോദിക്കണം. ദേ എൻ്റെ ഡാഡിയുടെ കാര്യം ഒരു അക്ഷരം പോലും മിണ്ടിപ്പോയേക്കരുത്. എനിക്കിഷ്ടമില്ല എന്നുള്ള കാര്യം ആൻറ്റിക്ക് നേരത്തെ അറിയാവുന്നതല്ലേ. ഞാൻ ആരുടെ തണലിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കണം. അങ്ങനെ ജീവിക്കാൻ എനിക്കിഷ്ടം എന്ന് പറയണം. അതെ ആൻറ്റി, ഞാൻ പൊക്കോട്ടെ. ശ്രുതിയുടെ മുമ്പ് വെച്ചത് എനിക്ക് പറയാൻ മടിയാണ്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വരായിരുന്നേ, ഇങ്ങോട്ട് വന്നേ. എന്നോട് ക്ഷമിക്കണം കേട്ടോ ആൻറ്റി എന്ന് പറയാണ്. ശ്രുതിയോട് എനിക്ക് ദേഷ്യം വെറുപ്പൊന്നുമില്ല. 2 വർഷം കാത്തിരിക്കാൻ പറ. ഇതിനുള്ളിൽ ശ്രുതിക്ക് നല്ല വിവാഹാലോചന വരുവാണെങ്കിൽ ആൻറ്റി അങ്ങ് നടത്തിക്കോളാൻ പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് നടക്കുവാണ്. ഈ സമയത്ത് പുറകെ നിന്ന് അങ്ങോട്ട് വിളിക്കുവാണ് ചന്ദ്രമതി. അവിടെ ഒന്ന് നിന്നേ മോളെ എന്ന് പറയാണ്. എന്താ കാര്യം? മോളെ പണമല്ലേ, ആ കാര്യത്ത് നമുക്കൊരു തീരുമാനം ആക്കാന്ന് പറയാണ്. ഇത് കേട്ടോ ശ്രുതിയുടെ മനസ്സിലൊരു ലഡുപൊട്ടി. പക്ഷെ അത് മുഖത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ ആ സന്തോഷം. വേണ്ട ആൻറ്റി, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണേ. അതെന്താ നമ്മൾ അങ്ങനെ പറയണേ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒന്നാൻ പോലെ ഞാൻ നിന്റെ അമ്മയാകാൻ പോകുന്നവളാ. അതുകൊണ്ട് നിനക്ക് പണം തന്നോർത്ത് എനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്കുക. പണമൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. നീ ശ്രുതിയായിട്ടുള്ള വിവാഹം നടക്കണമെന്ന് പറയാം. അതാൻറ്റി, ഞാൻ കൂടുതലൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് കൂടെ അനുസരിച്ചാൽ മതി എന്ന് പറയാം. പെട്ടെന്ന് ചന്ദ്രമതിനെ കെട്ടിപ്പിടിക്കുകയാണ് ശ്രുതി. എന്നിട്ടൊരു അഭിനയം അങ്ങ് നടത്തുവാണ്. എൻ്റെ അമ്മ പോലും എന്നോട് ഇതുപോലെ സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ല. ആദ്യമായിട്ടാ എനിക്കൊരു അമ്മയുടെ സ്നേഹം തന്നെ. ഇപ്പൊ ശരിക്കും എൻ്റെ അമ്മയാ. എനിക്ക് പറയാൻ വാക്കുകളില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കള്ളക്കരച്ചിലും കൂടെ ഞങ്ങൾ കരയുവാണ്. ചന്ദ്രമതി അതിൽ വീണു. ചന്ദ്രമതിക്ക് മനസ്സിലായി ഇവള് പാവമാണ്, ഇവള് തൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ പെൺകുട്ടിയാന്നൊരു ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന സച്ചി വൈകുന്നേരം വീട്ടിലേക്ക് വരുമായിരുന്നു. വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും രവീന്ദ്രൻ പുറത്തിരിപ്പുണ്ട്. അപ്പോൾ രവീന്ദ്രൻ വെച്ചു, അച്ഛൻ ഫുഡ് കഴിച്ചോ നിൽക്കും. കഴിച്ചു. എന്നാൽ ഞാൻ പോയി കഴിച്ചിട്ടോട്ടെ, നല്ല വിശപ്പെടുന്ന് പറഞ്ഞ് അകത്തേക്ക് ഇല്ലുവാണ്. അപ്പം രേവതി ചോദിച്ചു, എന്താ കഴിക്കാൻ വേണ്ടേ? ദോശ വേണോ അതോ ചോറ് വേണമെന്ന് ചോദിക്കും. ഇനിയിപ്പോൾ ദോശയൊന്നും ഉണ്ടാക്കാൻ നീ മെനക്കണ്ട, എനിക്ക് ചോറ് മതി എന്ന് പറയണം. അങ്ങനെ രേവതി ചോറെടുത്ത് കൊടുക്കാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നേ. ചന്ദ്രമതി കണ്ടു അവർ രണ്ടും കൂടി ഇരിക്കുന്നത്. പിന്നീട് ചന്ദ്രമതി ചോദിച്ചു, അല്ല കല്യാണക്കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുവാണ്. ചന്ദ്രമതി പറഞ്ഞു, അതൊക്കെ അതിൻ്റെ വഴിയിൽ കൂടെ നടന്നോളൂ, നീ അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പോകണ്ടെന്ന് പറയാം. ഈ സമയത്ത് സച്ചിയുടെ ഫോൺ ബെല്ലടിച്ചു. ആണോ, ശരി എന്നാ ഇപ്പം തന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. എടീനേക്കാൻ വേണ്ടിയിട്ട് രേവതി എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുവാണ്. എനിക്കൊരു ഓട്ടം വന്നിട്ടുണ്ടെന്ന് പറയും. പെട്ടെന്ന് രവീന്ദ്രൻ, നീ എന്ത് പോക്കാടെ പോണേ? നിന്നെ ഒരു സമയത്ത് പോലും വീട്ടിൽ കാണുന്നല്ലോ, എപ്പം നോക്കിയാലും ഓട്ടം, രാത്രി വന്നാലും ഓട്ടം, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുവാണ്. എങ്ങനെ കഷ്ടപ്പെടാതിരിക്കുക വെച്ചാ, ഒരുത്തിയുടെ ഒരു മാല കാരണം അപ്പം ഈ ഓട്ടം ഞാൻ ഓടുന്നേ. ആ മാല എടുത്തു കൊടുക്കാൻ വേണ്ടി വീണ്ടും ഞാൻ കുറച്ച് പൈസ കൂടെ മേടിച്ചില്ലേ, അതുകൊണ്ട് ഇപ്പോൾ 1 മാസം എത്ര രൂപ കെട്ടണമെന്നറിയാവോ? പറഞ്ഞിട്ട് കാര്യമില്ല, അവളുടെ ഒരു മാല. ഇതെന്ത് പറഞ്ഞാലും നിങ്ങൾ എന്തിനും എപ്പോഴും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ? മാലയുടെ കാര്യം പറഞ്ഞ് ആദ്യം അതിനെക്കുറിച്ചുള്ള സത്യം പറയുമായിരുന്നെങ്കിൽ ഞാനിങ്ങനെ നിങ്ങളെ കുറ്റപ്പെടുത്തുമായിരുന്നു ചോദിക്കണം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അവളിങ്ങോട്ട് എന്നെ അങ്ങോട്ട് സംരക്ഷിക്കും, അങ്ങോട്ട് മിണ്ടായിരുന്നു അവിടെ അവളുടെ ഒരു മാല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് സച്ചി രേവതിന് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ്. രേവതിക്ക് അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. രേവതി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ്. പെട്ടെന്ന് ചന്ദ്രമതി രവീന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല രവിയേട്ടാ, ഇവരെപ്പോഴും നോക്കിയാൽ ഈ കീരിയും പാവം പോലെയാണല്ലോ, ഇവരിങ്ങനെ വിട്ടിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കണം. അതെന്താ ചന്ദ്രൻ നീ അങ്ങനെ പറഞ്ഞത്?
അല്ല, ഇവര് രണ്ടുപേരും ഒന്നിച്ച് സുഖമായിട്ട് സന്തോഷത്തോടെ കഴിയാൻ നമുക്ക് കാണണ്ടേന്ന് ചോദിക്കും. അത്ഭുതത്തോടു കൂടി ചന്ദ്രമതിയെ നോക്കുവാണ് രവീന്ദ്രൻ. ഇതെന്തായി പറയണേന്നുള്ള രീതിയിൽ. അല്ല, ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേന്ന് ചോദിക്കും. അതൊക്കെ ശരി തന്നെയാ, പിന്നെ എന്താ ഒരു വിഷമം? ഞാൻ ഒരു മാർഗം പറഞ്ഞുതരാം. അതിന് ഒരൊറ്റ മാർഗമുള്ളൂ. അതെ, നിങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് രണ്ടുപേരെയും കൂടെ പറഞ്ഞു വിട്. അവിടെ പോയി നിന്ന് കഴിയുമ്പോഴത്തേന് സച്ചിയുടെ സ്വഭാവം അറിയാലോ. അവൻ ഏറ്റവും ഇഷ്ടം അവിടെ പോയി നിൽക്കുന്നല്ലേ. തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേന് അവരുടെ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് പറയാം. രവീന്ദ്രൻ ഒന്ന് ആലോചിച്ചു. നിന്റെ ഐഡിയ കൊള്ളാം, അവൻ ഈ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താനായിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഈ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം സച്ചിക്ക് ഏറ്റവും ഇഷ്ടം അവൻ്റെ അച്ഛമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാന്നുള്ളത്. അതുകൊണ്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ, നമുക്ക് അങ്ങനെ അങ്ങനെ ചെയ്തേക്കാന്ന് പറയാണ്. ചന്ദ്രപതിക്ക് സന്തോഷമായി. പിന്നീട് കാണിക്കുന്ന ശ്രുതിയും മീരയും കൂടെ ഒരു റെന്റിനൊരു ഇത് നോക്കാൻ പോണ ഒരു കിട്ടണം നോക്കാനായിട്ട് ചെല്ലുവാണ്. ശ്രുതിയോട് മീര ചോദിച്ചു, ഇതെങ്കിലും കിട്ടുവോടെന്ന് ചോദിക്കുവാണ്. അതെന്താ തരുവില്ലാത്ത? അല്ല, കുറെ പോയി നോക്കിയതല്ലേ, ഒരിടത്തും നിനക്ക് കിട്ടിയില്ലോ. ആണുങ്ങള് മാത്രം, അത് പെണ്ണുങ്ങൾ മാത്രമുള്ള കടയായതുകൊണ്ട് തരത്തില്ലെന്നല്ല പറഞ്ഞേ. പെണ്ണുങ്ങളുടെ പേരിലെ ബിൽഡിംഗ് എഴുതി തരത്തില്ലെന്നല്ലേ പറഞ്ഞേ റെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത് ശരിയാവുമെന്ന് ചോദിക്കുവാണ്. നീ ധൈര്യമായിട്ടിരിക്കുക, ഇത് ശരിയാകുമെന്ന് പറയണം. ഇവിടുത്തെ ഹൗസ് ഓണറേ അല്ല, നമുക്ക് ആ ചേച്ചിനെ ഒന്ന് സോപ്പിടാം, അത് എന്താണ് നമുക്ക് കിട്ടുമെന്ന് പറയാണ്. പിന്നീട് അവരിങ്ങനെ കയറി ചെല്ലുവാണ്. അപ്പോൾ ഹൗസ് ഓണറുടെ ഭാര്യ ഉണ്ടായിരുന്നു. അല്ല ചേച്ചി, റെന്റും കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ്. ഞങ്ങൾക്ക് ഈ കെട്ടിടം തരുമോന്ന് ചോദിക്കുകയാണ് റെന്റിന്. അതിനെന്താ കുഴപ്പം? അല്ല, ഞങ്ങൾ കുറെ അടുത്ത് ചോദിച്ചായിരുന്നു, സ്ത്രീകൾക്ക് വേണ്ടി കൊടുക്കത്തില്ലെന്നോ പറഞ്ഞ്, അതുകൊണ്ട് ചോദിച്ചാ. അതിനെന്താ കുഴപ്പം? സ്ത്രീകൾക്ക് വേണ്ടി കെട്ടിടം കൊടുത്താൽ എന്നാ കുഴപ്പം? അവരും ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യണ്ടേ? എല്ലാവർക്കും ഒരു വിചാരമുണ്ട് സ്ത്രീകളെ കൊണ്ടൊന്നും കഴിയില്ലെന്ന്. അതൊക്കെ വെറും ധാരണയല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്കും ഇനി മീരയ്ക്ക് സന്തോഷമായി. ശ്രുതി പറഞ്ഞു, ആ ശരി, നാളെ തന്നെ കൊണ്ട് അഡ്വാൻസ് പേയ്മെന്റ് തരാന്നൊക്കെ പറയണം. ശരിയെന്നും പറഞ്ഞ് ഇറങ്ങുവാണ്. അപ്പം മീര ചോദിച്ചു, അല്ല നീ എന്തുദ്ദേശിച്ചാ പറഞ്ഞേ? നാളെ എങ്ങനെയാ പണം കൊടുക്കണേ? അഡ്വാൻസ് തുക എങ്ങനെ കൊടുക്കുമെന്ന് ചോദിക്കുകയാണ്. എന്നോടാണ് കളി, പണ്ടത്തെ പോലെ ഒന്നും അല്ല. ഇപ്പം ഞാൻ വലിയ കാശേരി അടിന്ന് പറയാണ്. എൻ്റെ കയ്യിലുള്ള അങ്ങനെ ഒരു സ്പോൺസർ അല്ലേന്ന് ചോദിക്കും. ചന്ദ്രമതി ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഇത് കേട്ടൊന്നും മനസ്സിലാതെ മീര നിൽക്കുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.